മാതാ എന്ന് ഇടാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മളെ ജനിപ്പിച്ച അമ്മയോട് നമുക്ക് എപ്പോഴും കൂടുതൽ ഒരു ബന്ധമുള്ളതുപോലെ തന്നെ ആ കത്തോലിക്ക വിശ്വാസത്തിലും അതുപോലെ സ്ഥാനം തന്നെയാണ് മേരിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ അടുത്തൊരു വേറൊരു വ്യക്തി പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ. എന്താണ്, ബൈബിളിൽ ഇതൊന്നും ഇല്ല മറിയന്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്നും. പക്ഷെ വേറെ ആൾക്കാർ പിന്നീട് വന്നവര് ഈ ദൈവികമായ ഇത് ലഭിച്ചിട്ട് പറഞ്ഞത് അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ആ ആഴത്തിലുള്ള ബഹുമാനത്തിൽ നിന്ന് അവര് മറിയനെ വിളിച്ചത് തിയോട്ടോക്കോസ്, അതായത് മദർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മാതാവ്. ഫ്രണ്ട്സ്, വചനം വായിക്കാം, സത്യം മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളോടുകൂടിയുള്ളത് ഫിജോ ചേട്ടനാണ്. ഫിജോ ചേട്ടനെ പറ്റി ഫിജോ ചേട്ടൻ തന്നെ പറയും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്നത്. അതിന് പ്രത്യേകം നന്ദി. നമ്മുടെ വിഷയം ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. വിഷയം കൂടുതലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ 35 വർഷത്തോളം. ഇപ്പം 35 വർഷത്തോളം നമ്മളുടെ ഈ ഒരു വിഷയം തന്നെ ഒരു തംബ്നെയിലിൽ വരും. ആ തംബ്നെയിലിൽ തന്നെ ആളുകൾക്ക് കാണാൻ പറ്റും ഒരു ഫിജോ ചേട്ടൻ ഒരു കത്തോലിക്കനായ ഒരു 35 വർഷത്തോളം ജീവിച്ചു. പിന്നെ അതിൽ വെറുതെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഉൾപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെയധികം ഉത്സാഹത്തോടെ കത്തോലിക്കനായി ജീവിതം ആരംഭിച്ച വ്യക്തിയാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഓൾട്ടർ ബോയ്സ് എന്ന് പറയും, ആൾത്താര ബാലന്മാർ, അങ്ങനെ സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൂടുതൽ കത്തോലിക്ക വൈദികന്മാരായി നല്ല ആത്മബന്ധം അന്ന് ഇന്നും സൂക്ഷിക്കുന്നു. ആ ഒരു ജീവിതമാണ് എൻ്റെ ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഓൾട്ടർ ബോയ്സ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി, എൻ്റെ വിവാഹശേഷവും ഞാൻ ഓൾട്ടർ ബോയ്സ് ആയിട്ട് ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ നമ്മളുടെ ദേവാലയങ്ങളിലുള്ള എല്ലാ പരിപാടികളിലും, ശുശ്രൂഷകളിലും, അതുപോലെ തന്നെ യുവജനങ്ങളിലുള്ള മീറ്റിങ്ങുകളിലും ആ കൂട്ടായ്മകളിലെല്ലാം സജീവമായി പങ്കാളിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ പള്ളികളിൽ നിന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾ 500 മുതൽ 1000 വരെയൊക്കെയുള്ള ഇടവക അംഗങ്ങളുള്ള സ്ഥലങ്ങളിൽ എല്ലാം അത്രയും ആളുകളായിട്ട് നല്ല ബന്ധത്തിൽ ജീവിച്ചിരുന്നു. അപ്പോഴും സിൽവാനസ് ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ് പറയാനുള്ളത്. ക്രിസ്ത്യാനി എന്നുള്ള ജീവിതം തന്നെയായിരുന്നു. ഓക്കെ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിജോ ചേട്ടനെ പറ്റി കേട്ടു. പക്ഷെ ഇന്നത്തെ നമ്മുടെ ആ ഒരു വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ ഫിജോ ചേട്ടൻ്റെ ലൈഫ് സ്റ്റോറി ആയി പോകും. പക്ഷെ അത് നമുക്ക് വേറൊരു വീഡിയോ ഒരു ദിവസം ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായി കാണുന്നവരാണ് ഇങ്ങനെ ഒരു കാര്യം, ചെറുപ്പം മുതലേ കേൾക്കുന്നവരാണ്. അതായത് നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ബൈബിൾ പ്രകാരം നമ്മൾ ഇപ്പോൾ കത്തോലിക്കനായിരുന്നപ്പോൾ ഫിജോ ചേട്ടൻ പ്രാർത്ഥിച്ചിരുന്നു, മറിയോട് പ്രാർത്ഥിച്ചിരുന്നില്ലേ? മറിയോട് മാത്രമല്ല, ഒത്തിരി വിശുദ്ധന്മാർ കത്തോലിക്ക സഭയ്ക്കുണ്ട്. അവർ കത്തോലിക്ക സഭ വിശുദ്ധന്മാരാക്കുന്നവരുടെ അടുത്തെല്ലാം പ്രാർത്ഥിക്കാം എന്നാണ് അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ സിൽവാനസിലേക്ക് വരുമ്പോൾ മാതാവ് മേരി, അത് കുറച്ചും കൂടി നമുക്ക് ആത്മബന്ധം ഉള്ള ഒരു കൂടുതലുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മളെ ജനിപ്പിച്ച അമ്മയോട് നമുക്ക് എപ്പോഴും കൂടുതൽ ഒരു ബന്ധമുള്ളതുപോലെ തന്നെ ആ കത്തോലിക്ക വിശ്വാസത്തിലും അതുപോലെ സ്ഥാനം തന്നെയാണ് മേരിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമുക്കൊരു ഫീലിംഗ്, ഒരു അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഫിജോ ചേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു വർക്ക്ഷോപ്പിലൊക്കെയാണ്. ആ വർക്ക്ഷോപ്പിൽ ഒരു പേര് തന്നെ ഇട്ടിരുന്നത് അത് പ്രത്യേകമായിട്ട് ഞാൻ മാതാ എന്ന് ഇടാനുണ്ടായ കാരണം പ്രധാനമായിട്ടും എനിക്ക്
മാതാവ് അത് ഒരു കൊന്ത ചെല്ലല്, അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി നമ്മളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കത്തോലിക്കാരനായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലുന്നു. കുറച്ച് നേരം നമ്മൾ തുറക്കുന്ന ബൈബിൾ തുറക്കുന്നു, അതിലേതെങ്കിലും ആദ്യം കാണുന്ന കുറച്ച് ഭാഗങ്ങൾ വായിക്കുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തുന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രാർത്ഥനകൾ. അപ്പോൾ മാതാവിനോടുള്ള കൂടുതൽ ഭക്തിയും ആയിരുന്നു ഞാൻ എൻ്റെ കടയ്ക്ക് മാതാ ജൂലിയേഴ്സ് എന്നുള്ള പേരിട്ടത്. അതെനിക്ക് പിന്നീട് എനിക്ക് ചിലപ്പോൾ സിൽവാനസ് ചോദിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം പറയാം. ഓക്കെ, എന്താണ് അടുത്ത കാര്യം? ഓക്കെ, ശരിയായൊരു ക്രിസ്ത്യാനിയായപ്പോൾ ചോദിക്കുന്നുണ്ടായി മാതാ ജൂലിയേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ച് വിട്ട പേരിൽ ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ അതൊരു പേര് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെ, മറ്റേ രജിസ്ട്രേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പേര് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മളിങ്ങി അതിലേക്കൊന്നും അധികം പോണില്ല. ഇനി നമുക്ക് നേരെ എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത്രയും, അതെ കോടിക്കണക്കിന് ആളുകളാണല്ലേ അതെ ഇങ്ങനെ ചെയ്യുന്നത്? മറിയോട് പ്രാർത്ഥിക്കുന്നു, അതുപോലെ വിശുദ്ധന്മാരായ അന്തോണീസ് പുണ്യാളൻ, മറ്റേ എന്താണ് തോമസ് ലീഹ, ഇങ്ങനെയുള്ള പല പല വിശുദ്ധന്മാരായവരുണ്ട്, അവരോടൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് മാതാവ് മറിയ. എന്തുകൊണ്ടാണ് ആളുകൾ ഇത്ര ആഴമായിട്ട് ഇത്രയും അധികം പ്രാർത്ഥിക്കാനും മാതാവാണ് ഞങ്ങളുടെ എല്ലാം അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മളെ കൂടുതൽ സ്വാധീനിക്കും. അത് നമ്മളെ മാതാവിനെ പറ്റി നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. ഏതൊരു വീട്ടിൽ, കത്തോലിക്കൻ്റെ വീട്ടിൽ ചെന്നാലും ഒരു മാതാവിൻ്റെ രൂപം, പ്രതിമയും ഫോട്ടോയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുകയും നമ്മളെടുത്ത് ബൈബിളിലെ മറ്റുള്ള വാക്കുകൾ എടുത്തിട്ട് വാക്കുകൾ കൂടുതൽ നമ്മളെ മാതാവിലേക്ക് കൂടുതൽ ചെല്ലും. എന്നാൽ മറ്റുള്ള ഒത്തിരി ആളുകൾ വിശുദ്ധന്മാരായിട്ടുണ്ടെങ്കിൽ പോലും അവരെക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ നമുക്ക് മാതാവിലേക്ക് ചെല്ലാനുണ്ടായ കാരണം നമ്മളെപ്പോഴും കേൾക്കുകയും നമ്മൾക്ക് ബൈബിളിൽ നിന്നുള്ള കുറേ വാക്കുകൾ നമുക്ക് അത് സത്യമാണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ അതിൽ കുറച്ച് കാരണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാനായിലെ കല്യാണത്തില് യേശുവിന്റെ അടുത്ത് വീഞ്ഞ് തീർന്നു പോയപ്പോ അമ്മയാണല്ലോ വന്ന് ചോദിച്ചത്. അപ്പൊ അമ്മ ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തതെന്നാണ്. അതുകൊണ്ട് നമ്മളും ഇനി അമ്മയിലൂടെ ചോദിച്ചു കഴിഞ്ഞാല് യേശു ക്രിസ്തു നമ്മൾക്കും ആ കാര്യം ചെയ്തു തരും. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഫിജോ ചേട്ടൻ? ഒത്തിരി നമ്മളെ ജീവിതത്തിൽ സ്വാധീനിച്ചുള്ള ഒരു വാക്കുകളാണത്. നമുക്ക് ആ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് വേണമെങ്കിലും മാതാവിന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ ആ വാക്യം വായിച്ചപ്പോ തന്നെ ഒരു കാര്യം കണ്ടു. മറിയ അവിടെ യേശുവിന്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം വീഞ്ഞ് പോരാതെ വന്നപ്പോ യേശുവിന്റെ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ അത് കഴിഞ്ഞിട്ട് പോണേണ്. ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്നാണ് പറഞ്ഞത്. അവന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അതെ, അപ്പൊ അമ്മയായ മറിയ പോലും പറഞ്ഞത് അവൻ പറഞ്ഞത് ചെയ്യാനാണ്. അതെ, അപ്പൊ ആ വാക്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് യേശുക്രിസ്തു അങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യണതല്ല. യേശുക്രിസ്തുവിന്റെ സ്വന്തം ഹിതപ്രകാരമാണ് അത് ചെയ്യണത്. ഞാൻ തുടക്കത്തിലെ മെയിൻ സിൽവാനസിലേക്കുള്ള വിഷയത്തിലെ ഒരു കീഴിലേക്ക് വരുവാണ്. എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാകാതിരുന്നത് ബൈബിൾ വായിക്കാത്തത് കൊണ്ടാണ്. ആ സമയങ്ങളിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും പുസ്തകം നമ്മൾ തുറക്കുന്നു, അതിലെ ഏതെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റുന്നത് എടുത്ത് വായിക്കുന്നു, നിർത്തുന്നു. ഇപ്പൊ ഞാനൊരു ശരിയായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് നമ്മൾ മുൻപ് വായിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക അനുഭവം വരുന്നത് എന്താ, അമ്മ എടുത്ത് ചോദിക്കുന്നു, നമുക്ക് കിട്ടുന്നു. ആ അനുഭവത്തിലാകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൂടുതൽ ചോദിക്കാൻ നമുക്ക് ഉത്സാഹം ഉണ്ടാവും, അത് വിശ്വസിക്കുകയും ചെയ്യും. ഓക്കെ,
പിന്നീട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓരോ വിഷയങ്ങൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും സ്ഥിരമായിട്ട് ഇതിനെ വായിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുള്ളൂ. ഇപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെ യേശുക്രിസ്തുവിനെ ഇപ്പൊ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ പോരെ, യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് അമ്മയും സഹോദരന്മാരൊക്കെ കാണാൻ വന്നപ്പോ യേശുക്രിസ്തു എന്താണ് അന്ന് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇതാണ് എന്റെ അമ്മയും സഹോദരന്മാരും, അതെ, ഇവരാണ് എന്റെ അമ്മയും സഹോദരൻ. ഇപ്പൊ ആ വാക്യം നമുക്കൊന്ന് പെട്ടെന്ന് വായിച്ചു എടുക്കാം. മത്തായിലാണത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു വാക്യങ്ങൾ എടുക്കാം. സുഹൃത്തുക്കളെ, ബൈബിള് വായിക്കാതെ നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം മനസ്സിലാക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ബൈബിളും കൂടി പരിശോധിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ ഇവിടെ ഫിജോ ചേട്ടൻ ഉപയോഗിക്കുന്നത് POC ബൈബിളാണ്. ഇപ്പൊ ഞാൻ സാധാരണ സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു ബൈബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ മത്തായില് 12-ാം അധ്യായം 12-ന്റെ-46 തുടങ്ങിയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതുണ്ട്, അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. അമ്മയും സഹോദരന്മാരെന്ന് പറയുന്നത്. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ ആർ, എന്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ, അതായത് ഡിസൈപ്പിൾസിന്റെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്താണ് ശിഷ്യന്മാരെന്ന് പറയുന്നത് എല്ലാവരും ഉൾപ്പെടുന്നു. ഇതിനെ ഈ വാക്യം വായിക്കുന്നതോട് ഒപ്പം തന്നെ ഒരു വാക്യം പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. പേരുകൾ എടുത്ത് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. ആരുടെ? സഹോദരന്മാരുടെ. മറ്റേ അമ്മയും സഹോദരന്മാരും. അതെ അതെ, അത് നമുക്കൊന്ന് വായിക്കുന്നു. നമുക്ക് അതും കൂടി ഒന്ന് വേണമെങ്കിൽ ഇതിൽ കവർ ചെയ്യാം. അത് അതായത് പലരും പറയും മറിയക്ക് വേറെ മക്കളുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ ബൈബിളാണ് ശരിക്കുള്ള ചരിത്രം. യേശുവിന്റെയും മാതാവിന്റെയും അതായത് മറിയയുടെയും എല്ലാം ചരിത്രം നമുക്ക് എന്താണ് ബൈബിളാണ് ഉള്ളത്. അത് പറയണത് മർക്കോസ് 6:3 കേട്ടോ. മർക്കോസ് 6:3, അതായത് 6:3 നിങ്ങൾക്ക് കൊടുക്കാം. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും, അതായത് ശബത്തായപ്പോൾ നമുക്ക് വായിക്കാം. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞവർ അവനിൽ ഇടറി. വ്യക്തമായിട്ട് ബൈബിളിലെ ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ട്. സഹോദരിമാരുടെ പേരുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കാതെ. പക്ഷെ പലരും ഈ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോ പറയാം യേശുവിന്റെ കസിൻസ് ആയിരുന്നു എന്നാണ്. പക്ഷേ നമുക്ക് അതിനു വേണമെങ്കിൽ മത്തായി 1-ന്റെ അവസാനത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം ഇത് എന്താണ് ഒരു വിവാഹം ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ മകനെ പ്രസവിക്കും വരെ, പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോ ഇവിടത്തെ ഇതിൽ പരിഗ്രഹിച്ചില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. അതെ, യോസഫിനെ കുറിച്ചാണ് പറയുന്നത്. മറിയക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപേ യോസഫിന് മറിയനെ അറിയാം. ആ ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, മക്കളുണ്ടാകുന്ന. പക്ഷെ ആ മക്കളെ പറ്റിയും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ മറിയ എന്നേക്കും ഒരു നിത്യകന്യക. കത്തോലിക്ക സമൂഹത്തില് വിശ്വസിക്കുന്നവര് മറിയക്ക് മക്കളില്ല എന്നുള്ളതാണ്. നിത്യകന്യക എന്നാണ് ഞാനും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോ എന്തായാലും മക്കളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. നമ്മൾ 2 വാക്യം വായിക്കുന്നുള്ളൂ അതിനെപ്പറ്റി. പക്ഷെ പൗലോസ് അപ്പോസ്തലനൊക്കെ ഗലാത്യ ലേഖനം എഴുതുമ്പോ പറയുന്നുണ്ട്, കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അവിടെ വേറെ ആരെയും കണ്ടില്ല യെരുശലേമിൽ. അപ്പൊ ഇപ്പൊ കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് യാക്കോബിന്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. യൂദയുടെ ലേഖനം എഴുതിയത് കർത്താവിന്റെ സഹോദരനായ യൂദ. അപ്പൊ ഇത് നമ്മൾ അധികം ബൈബിളിൽ തന്നെ ഇത്രയും ആളുകൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ എഴുതിയ പുസ്തകം തന്നെ ഉണ്ടെന്ന്. അതെ,
അത് പക്ഷെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. ബൈബിൾ വായിച്ചാൽ മാത്രം മതി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, യേശുവിന്റെ അമ്മയും സഹോദരന്മാരും വന്നപ്പോ യേശു പറഞ്ഞു, ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ അമ്മയും സഹോദരന്മാരും, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു. അതെ. അപ്പൊ യേശു തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സഹോദരങ്ങൾ, എന്റെ അമ്മ. അതെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം ആളുകൾ പറയുന്നത് ഇതാണ്, ഇപ്പൊ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഈയിടക്ക് കേട്ട ഒരു കാര്യമുണ്ട്, ഇതെന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന്, അതായത് മറിയടുത്ത് പ്രാർത്ഥിക്കണതിന്റെ ഒരു കാരണം ഒരു പള്ളിയിലച്ചൻ പറഞ്ഞതാണ്. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് 31:15, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ, റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. അപ്പൊ ആ റാഹേല് മരിച്ച ഒരു സ്ത്രീയാണല്ലോ, യാക്കോബിന്റെ ഭാര്യയാണ്. ആ റാഹേല് മക്കളെ ചൊല്ലി കരയുന്നു. അവർ ഇല്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അപ്പൊ മരിച്ചുപോയ ആ റാഹേലിനി അവൾ എന്താണ് മക്കളെ ചൊല്ലി കരയാമെങ്കിൽ മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അങ്ങനെയാണ് ഞാൻ മുൻപുള്ള അപ്പൊ സ്വർഗാരോഹണം ചെയ്ത മാതാവിന് ഇപ്പൊ റാഹേലിന് മക്കളെ ചൊല്ലി കരയാമെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത മാതാവിന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നാണ് ആ പള്ളിയിലച്ചൻ പറഞ്ഞത്, ഈ ഒരു വാക്യം വായിച്ചിട്ട്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. പക്ഷെ ഈ കാര്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത് അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മത്തായി തന്നെ, ഇരമ്യാവാണ് നമ്മൾ വായിച്ചത്, മത്തായിൽ 2:18 യേശു ജനിച്ചു, ആ വിദ്വാൻമാര് മറ്റേ ഹെരോദാവിനെ കാണാൻ വന്നില്ലേ? ആ ഹെരോദാവിനെ കാണാൻ വന്നപ്പോ അവര് പിന്നെ തിരിച്ച് ഹെരോദാവിന്റെ അടുത്തേക്ക് പോയില്ല. അതിനെ ചൊല്ലി മറ്റേ ഹെരോദാവ് പറഞ്ഞു, 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന് പറഞ്ഞു. ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ 2:16 തുടങ്ങി 16 തുടങ്ങി വായിച്ചാല്, ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദോസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമയിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സ്വാന്തനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ റാഹേല് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യമല്ല. അതെ, ഈ സംഭവം എന്താണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹെരോദാവ് ഇങ്ങനെ ഒരു വലിയ ക്രൂരത ചെയ്തതിന്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച്, അതിന്റെ ആ ഒരു വേദന, അതിന്റെ അത്രയും ക്രൂരമായ കാര്യത്തിന്റെ ഒരു എന്തുമാത്രം വേദന എന്താണ് കുഞ്ഞുങ്ങളുടെ കുടുംബവും എല്ലാം അനുഭവിച്ചു. ആ ഒരു ചെറിയ കാര്യമല്ല, 2 വയസ്സിന് താഴെയുള്ള 1-2 കുട്ടികളൊന്നും അല്ല അവിടെ ഉള്ളത്. അതെ, എല്ലാവരെയും ആ നാട്ടിൽ കൊന്നുകളയണമെന്ന് അവൻ വിളംബരം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ രാത്രി തന്നെ അവര് അതിനുവേണ്ടി പുറപ്പെട്ടു. അപ്പോഴാണ് അതിനെ തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതാണ് ആ പള്ളിയിലച്ചൻ പറഞ്ഞൊരു കാര്യം. പക്ഷെ ബാക്കി ഇത് വായിച്ചില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് അതിശയം. പിന്നെ വേറൊരു ഇത് നമ്മുടെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾ മറിയയോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന്റെ അവസാനത്തെ ഒരു പോയിന്റാണ്. ഇപ്പൊ 1 രാജാക്കന്മാർ 2:19 വാക്യം. 1 രാജാക്കന്മാർ 2:19 വാക്യം. ഇത് നമ്മുടെ ശലോമോന്റെ അമ്മയായ ബത്ശീബ, ഇപ്പൊ ദാവീദിന്റെ ഭാര്യയാണല്ലോ ബത്ശീബ. അതായത് ഊര്യാവിന്റെ ഭാര്യയായിരുന്നു, പക്ഷെ വ്യഭിചാരം ചെയ്തു. പിന്നീട് ഊര്യാവിനെ അവൻ കൊല്ലുകയുണ്ടായി, പടയുടെ മുൻപിൽ അയച്ച്. എന്നിട്ട് അവസാനം ഭാര്യയായിട്ട് എടുക്കുകയും പിന്നെ ശലോമോൻ ജനിക്കുകയും ചെയ്തു. ശലോമോൻ രാജാവായപ്പോ ഒരു സംഭവം ഉണ്ടായത് 2:19. അങ്ങനെ ബത്ശേബ അദാനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിന്റെ വലത്തുഭാഗത്തിരുന്നു. ഈ ഒരു സംഭവമാണ് അവര് പറയുന്നത്. ഇതുണ്ട, ശലോമോൻ രാജാവ് അമ്മേനെ സിംഹാസനം ഇട്ട് കൊടുത്ത് വലത്തുഭാഗത്തിരുത്തി. ഇതാണ് യേശു ചെയ്തത്. അങ്ങനെ എന്നിട്ട് അദോനിയ എന്ന് പറഞ്ഞ ശലോമോന്റെ സഹോദരന് വേണ്ടി ബത്ശീബ ഒരു കാര്യം ശലോമോനോട് പറയുന്നത് പോലെ
മാതാവിനോടൊരു ആള് പ്രാർത്ഥിക്കുമ്പോ മാതാവ് ആ കാര്യം യേശുവിനോട് പറയും. പക്ഷേ പറഞ്ഞു അങ്ങനെ നമുക്ക് അത് കിട്ടും. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഈ ഒരു സംഭവത്തിൽ അത് കിട്ടണില്ല ശരിക്കും. ഞാൻ നിന്നോട് ഒരു ചെറിയ 20 തുടങ്ങി വായിച്ചു, അതെന്തുകൊണ്ട് കണ്ടില്ല എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്. അവൾ പറഞ്ഞു, എന്താണമ്മേ അത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല. അവൻ മറുപടി പറഞ്ഞു, ശൂനംകാരി അബിഷാഗിനെ നിന്റെ സഹോദരൻ അദോനിയായിക്ക് ഭാര്യയായി കൊടുക്കണം. അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ശൂനംകാരി അബിഷാഗിനെ അദോനിയായിക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമല്ലോ. അവൻ എൻ്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അബിയാഥാറും സെരുയായുടെ മകൻ യോവാബും അവൻ്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവൻ്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണ് അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് യഹോദയുടെ മകൻ ബനയ അദോനിയയെ വധിച്ചു. ഇതാണ് അദോനിയാവിന് കൊടുത്തത് കിട്ടിയ കാര്യം. അപ്പൊ ഇതെന്തിനാണ് ഉപയോഗിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. 1 രാജാക്കന്മാർ 2:19 തുടങ്ങിയാണ് നമ്മൾ വായിച്ചത്. അതെ, ഇങ്ങനെയാണെങ്കിൽ വേറൊരു രാജാവുണ്ട്, എന്താണ്, ജോത്താം രാജാവാണെന്ന് തോന്നുന്നു. 2 ദിനവൃത്താന്തം 22:3 നമ്മളത് വായിക്കണല്ല. അവനും ഒരു അമ്മേനെ പിടിച്ച് അടുത്തിരുത്തി ആ അമ്മയിരുന്ന് അവനെ ദുഷ്ടമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു, അത് ചെയ്യാൻ വേണ്ടി. അതല്യായ എന്ന് പറയുന്ന ഒരമ്മ. അപ്പൊ അമ്മേനെ അടുത്തിരുത്തിയത് കൊണ്ട് നമ്മൾ എന്താണ്, യേശു അങ്ങനെ ചെയ്ത് അതുകൊണ്ട് നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു അർത്ഥമാണ് എവിടെ നിന്നും കണ്ടത്. ശരിയായിട്ട് യേശുവിനെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വരുമായിരിക്കും നമുക്ക് കൂടുതൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോ ബൈബിളിൽ എത്ര മധ്യസ്ഥന്മാരുണ്ട്? ഇപ്പൊ നമ്മൾ അതാണല്ലോ ഏറ്റവും വലിയ ചോദ്യമാണിത്. ഇത് ഒരു കത്തോലിക്കന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവനത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ മനസ്സുണ്ടെങ്കിൽ അവനും അത് ചോദിക്കും. ഞാൻ അതുപോലെയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ മധ്യസ്ഥനെ പറ്റിയോ അല്ലെങ്കിൽ മറിയനെ പറ്റിയോ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ അതോടുകൂടി അവർ എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ അത് നമ്മളായിട്ടുള്ള ബന്ധമില്ലാതെയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണത്. പക്ഷെ കേൾക്കാൻ മനസ്സുണ്ട്, പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ സിൽവാനസ് അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ബൈബിളിൽ എത്ര മധ്യസ്ഥന്മാരുണ്ടെന്ന്. ഫ്രണ്ട്സ്, ഒറ്റ മധ്യസ്ഥൻ മാത്രം, അതെ, കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതെ. 1 തിമോത്തിയോസ് 2:5 നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം. അതെ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ. 1 എന്ന് പറയുന്ന നമ്പർ ഏത് കുട്ടിക്ക് വേണമെങ്കിലും മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പൊ ഒരു മധ്യസ്ഥൻ എന്ന് ദൈവം പറഞ്ഞേക്കുമ്പോ ബൈബിളിൽ അടിസ്ഥാനമായിട്ടുള്ള ക്രിസ്ത്യാനി എന്നൊരു ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം വേറൊരു പുസ്തകമോ മനുഷ്യനെ എഴുതിയൊരു ഗ്രന്ഥമൊന്നുമല്ല, ബൈബിളാണ്. അതെ, ആ ബൈബിള് മാത്രമാണ് അടിസ്ഥാനം. ആ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ. പിന്നെ അതുപോലെ നമ്മളത് വായിക്കണമെന്നില്ലല്ലോ, വായിക്കണമെങ്കിൽ വായിക്കാം. 1 തിമോത്തിയോസ് 2:5 വാക്യത്തിൽ POC തന്നെ വായിച്ചു. 1 തിമോത്തിയോസ് 2:5. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. നിങ്ങൾക്കും ഇത് വായിച്ചു നോക്കാം. ബൈബിളിൽ, നിങ്ങളുടെ ബൈബിളിലും ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? പിന്നെ എബ്രായർ 9:15, അതായത് അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അതെ. അപ്പൊ പഴയ നിയമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ എബ്രായർ എത്രയായിരുന്നു? 9:15. ഈ പഴയ നിയമത്തിലില്ലേ, ഇപ്പൊ മോശ മധ്യസ്ഥനായിട്ട് നിന്നിട്ടുണ്ട് ദൈവത്തിനും മനുഷ്യരുടെ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ. പിന്നെ പുരോഹിതന്മാര്, അഹരോന്റെ സന്തതിയിലുള്ള പുരോഹിതന്മാരും എല്ലാവരും, അഹരോന്റെ സന്തതിയിലാണ് പുരോഹിതന്മാരുള്ളത്. ഞാൻ ഈയിടക്ക് ഒരാളോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, പുതിയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടല്ലോ.
ഞാൻ പറഞ്ഞ പുതിയ നിയമത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെയും പുരോഹിതന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളൊരു വീഡിയോ അതിനു മുൻപ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പരിശോധിച്ച് നോക്കാം. അതായത് 1 പത്രോസ് 2:9-10 2-ാം അധ്യായം വായിച്ചു നോക്കുക. രാജകീയ പുരോഹിത വർഗം അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരില്ലേ, ഈ അപ്പോസ്തലന്മാരുടെ പിന്തലമുറക്കാരാണ് ഈ പറഞ്ഞ പുരോഹിതന്മാര്. അങ്ങനെയാണ് അവർ പള്ളിയിലച്ചന്മാരൊക്കെ ആണ്. പക്ഷെ അതെന്ത് ഒരു ലോജിക്ക് ഉണ്ടാ? അപ്പോസ്തലന്മാരെല്ലാവരും ഇസ്രായേലിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇന്നിരിക്കുന്ന മലയാളികളും ഇവരെല്ലാം അച്ഛന്മാരാകുന്നത് അവരുടെ പിന്തലമുറക്കാരായതുകൊണ്ടാണ്. പിന്നെ ആദ്യത്തെ പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മാർപ്പാപ്പയായിട്ടും എല്ലാം ആദ്യത്തെ മാർപ്പാപ്പ എന്നൊക്കെ പറയില്ലേ, പത്രോസിനെ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അന്നെല്ലാം കേട്ടിട്ടുണ്ട് കൂടുതൽ പറഞ്ഞ കാര്യങ്ങള്. ഈ മാർപ്പാപ്പനാണ് ഈ മഹാപുരോഹിതനായിട്ട് പറയുന്നത്. അതെ ആണല്ലേ? പക്ഷെ അപ്പൊ അത് ബൈബിളിൽ നിന്ന് എത്രമാത്രം വ്യതിചലിച്ചു പോയ ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലെ മഹാപുരോഹിതൻ ആരാണെന്ന് ബൈബിള് വായിച്ച എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം. യേശുക്രിസ്തു ആണ് മഹാപുരോഹിതൻ. ഒരേ ഒരു മധ്യസ്ഥനും ഒരേ ഒരു മഹാപുരോഹിതനും ഉള്ളൂ. നോക്കുകയാണെങ്കിൽ എബ്രായർ 12:24 കൂടി ഒന്ന് വായിക്കാം. പുതിയ നിയമപ്രകാരം ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളു. പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും എന്താ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം വളരെ വ്യക്തമായിട്ടാണ് നമ്മളെ കാണിച്ചത്. 12:24 നമ്മൾ വായിച്ചത്. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സൗന്ദര്യത്തിലേക്കും ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വിഷയം, ഈ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് പോലും മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ. ഇപ്പൊ ആരും മാതാവിനെ ആരാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൂടുതലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇവിടെ മധ്യസ്ഥന് ഒരാളല്ലെന്നാണ് ബൈബിളിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മധ്യസ്ഥന്റെ ഇത് ഇവിടെ അവസാനിപ്പിക്കണേണ്. കാരണം അതിലേക്ക് നമ്മൾ അധികം ചെല്ലേണ്ട കാര്യമില്ല. കാരണം ബൈബിളിൽ ഇപ്പൊ ഒരു സ്ഥലത്ത് യേശുവാണ് മധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് വേറൊരു വ്യക്തിയാണ് മധ്യസ്ഥൻ എന്ന് പറയുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നെല്ലാം ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഫിജോ ചേട്ടൻ ഫിലിപ്പിയർ 4:6 ഒന്ന് വായിക്കാമോ? 6-7. ഫിലിപ്പിയർ 4:6-7. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞത സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് ടു ഗോഡ് എന്നാണ്. അതായത് നോൺ ടു ഗോഡ്. നിങ്ങളുടെ ആ ഒരു അപേക്ഷകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിലേക്ക് അർപ്പിക്കുക. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണ് അപ്പോസ്തലനായ പൗലോസും എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന? അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ആളുകള് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ വായിക്കാനോ പഠിക്കാനോ ഒരു സമയം കണ്ടെത്തില്ല. അവരുടേതായ ജീവിത തിരക്കില് മുമ്പോട്ട് പോകും. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത് അന്ധമായിട്ട് വിശ്വസിക്കും. നമ്മളത് പരിശോധിക്കാറില്ല. ഞാനത് പരിശോധിച്ചിട്ടില്ല. മറ്റുള്ളവരെ കുറിച്ച് പറയണേ, ഞാനത് പരിശോധിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ അതായിരിക്കും നമ്മളെ ജീവിതത്തിൽ നമ്മളെ വളരുന്നതനുസരിച്ചിട്ട് ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ നമുക്കൊരു ആശ്വാസം തരുന്നതായിട്ട് നമുക്ക് തോന്നും ചില സന്ദർഭങ്ങളിൽ. അപ്പം അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും. നമുക്ക് കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് ആ സമയത്ത് ഒരു ആശ്വാസം കിട്ടണം. അതാണ് ഇത്. ഇങ്ങനെ മാതാവ് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞ മറിയനെ നമ്മളെ വളരെയധികം ബഹുമാനിക്കേണ്ട ഒരാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അവളെ തന്നെ ദൈവം തെരഞ്ഞെടുത്തത് തന്റെ പുത്രനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ. അതെ, അത് നമ്മൾ ബഹുമാനിക്കുന്നു. പിന്നെ എല്ലാ യുവതികൾക്കും ഒരു മാതൃക തന്നെയാണ് മറിയ, അല്ലേ? കർത്താവിന്റെ ദാസി. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്തതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു വീഡിയോയിൽ
മാതാവിനെ വേണ്ട എന്നുള്ളതല്ല പറഞ്ഞത്. അതിനെ എങ്ങനെയാണ് മാതാവിന്റെ അടുത്ത് സമീപിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ പ്രകാരം. ഓക്കെ, നമ്മള് ഇനി ഞാൻ എന്നെ അതിശയിപ്പിച്ച ഒരു വാക്യമുണ്ട് ഇപ്പൊ 2 Corinthians 5:16 വാക്യത്തിൽ. കാരണം എല്ലാവരും ഇപ്പൊ യേശുക്രിസ്തുവിനെ പോലെ ഒരു കുഞ്ഞായിട്ട് കാണുന്നു, പിന്നെ ക്രൂശിൽ കിടക്കുന്നത്, അങ്ങനെയുള്ള ഒരു പിക്ചറൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ. ഒരു വർഷത്തിന്റെ കാലഘട്ടത്തില് ആളുകള് അങ്ങനെയാണ്. ഞാനത് ആയിരുന്നു ഒരു ജഡപ്രകാരം, അതായത് ജനിക്കുന്നു, പിന്നെ ക്രൂശിൽ കിടക്കുന്നു, പിന്നെ പല രീതിയിൽ. പക്ഷെ ബൈബിള് കാണിക്കുന്നത് ഇപ്പൊ 2 Corinthians 5:16 വായിച്ചപ്പോ എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അവിടെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ. 2 Corinthians 5:16 ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ ഇവരും ജഡപ്രകാരം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞില്ലേ? അന്ത്യത്താഴ സമയത്ത് യേശുവിന്റെ മാറോട് ഇങ്ങനെ ചാരിയിരുന്ന ഒരു അപ്പോസ്തലനാണ്. ഇതിനകത്ത് വായിക്കാം. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അപ്പൊ യേശുവിനെ അവരിപ്പോ അറിയുന്നത്, അതായത് ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതും പറയുന്നത് മറിയയുടെ മകനായിട്ടാണോ? മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലാണ് മറിയയുടെ മകൻ എന്നറിയപ്പെടുന്നത്. അതെ, പൗലോസ് യേശുവിലേക്ക് വരുന്നത് തന്നെ യേശു ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം. അതെ, അപ്പൊ അതിനു മുമ്പ് അവനെ ആ സമയത്തേക്ക് യേശുവിനെ കേൾക്കുകയും ചിലപ്പോ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ലെന്നുള്ളൂ, അല്ലേ? പിന്നെ അതുമാത്രമല്ല, നട്ടുച്ചക്ക് സൂര്യനെ പോലെ വെണ്മേറിയ ആ ഒരു വെളിച്ചം മുഖത്തടിച്ച് കണ്ണിന്റെ എല്ലാം കാഴ്ച. അതെ, ആ ഒരു സംഭവത്തോടു കൂടിയാണ് പൗലോസിന് നീ ആരാകുന്നു കർത്താവേ. ഇപ്പൊ അപ്പോസ്തല പ്രവൃത്തി 9-ലും 22-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കത് പോയി പരിശോധിക്കാം. കൂടുതലും നമ്മള് ബൈബിളിലേക്ക് പറയുന്ന വാക്കുകൾ ഒത്തിരി ഉപദേശങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. POCയിൽ ഈ ഒരു സംഭവം എഴുതിയിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെടും. മാനുഷികമായ കാഴ്ചപ്പാടിൽ നമ്മൾ ആരെയും വീക്ഷിക്കും. ക്രിസ്തുവിനെ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അതെ. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. വെളിപ്പാട് പുസ്തകം 1:17 യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായിട്ട് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ആയിരുന്ന സമയത്ത്, അതായത് സുവിശേഷം അറിയിച്ചു, ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആയിരുന്നത്. സിൽവാനസ് ഇത് വായിക്കുമ്പോഴേ നമ്മൾ ഇന്നത്തെ മെയിൻ വിഷയം ആയിട്ട് ചിന്തിക്കുമ്പോ കത്തോലിക്കനായിരുന്ന സമയത്തും നമ്മള് ക്രിസ്തുവിനെ ദൈവമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും കിട്ടണമെങ്കിൽ, ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് മധ്യസ്ഥന്മാരായ ഇപ്പൊ മാതാവാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതില്. മറ്റുള്ളൊരാളെ കൂടി നമ്മൾ സമീപിക്കും. അങ്ങനെയായിരുന്നു ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഭാഗങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം യേശു ദൈവം തന്നെയാണ് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഉള്ള സമയം തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ദൈവമാണെന്ന് വിശ്വസിക്കുമ്പോഴും നമുക്ക് മാതാവാണ് അമ്മ എന്നുള്ളൊരു സിറ്റുവേഷനിലാണുള്ളത്. അപ്പൊ ദൈവത്തോട് ഇങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവത്തോട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് പാപമാണ്, ഞാൻ പാപം ചെയ്ത് അകന്നിരിക്കുന്നവനാണ്, ഞാനൊരു പുഴുവാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ മാതാവ് വഴിയാകുമ്പോ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ ചിലപ്പോ, എനിക്കറിയില്ല. അതെ, ഉണ്ടാകും. എന്ന് വെച്ചാ നമുക്ക് നമ്മളെ തെറ്റുകൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന്. അപ്പൊ എനിക്കൊരു സപ്പോർട്ട് കിട്ടാൻ ദൈവം നമുക്ക് ഒത്തിരി ഉപമകള് നമുക്ക് ബൈബിളിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നീ എൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു വാ, ഞാൻ നിന്നെ സ്വീകരിക്കും എന്നുള്ളത്. പക്ഷെ അത് നമ്മളെ കുറച്ചും കൂടി വളഞ്ഞ വഴി കൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. വേണ്ട, ദൈവം പറയുന്നത് നീ വളഞ്ഞ വഴി വരണം, നീ നേരെ വന്നോ, ഞാൻ നിന്നെ സ്വീകരിക്കാന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ ആ ഒരു കാര്യം വായിക്കാം. ഇപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ പോലും യേശുവിനെ കണ്ടിട്ട്, അതായത് അത് വെളിപ്പാട് 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ മതി. യേശുവിന്റെ ഇത് വായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുന്നത് യേശുവിനെ ഒരു ജഡപ്രകാരം കണ്ട ഒരു വ്യക്തിയാണ്. കൂടെ ക്രൂശിൽ കിടന്നപ്പോ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലന്റെ കയ്യിലാണ് ഏൽപ്പിക്കണത്, ഇതാ നിന്റെ മകൻ. അതെ.
അപ്പൊ ആ യോഹന്നാൻ അപ്പോസ്തലൻ പോലും യേശുവിനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്, അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത് കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും. അതെ. അപ്പൊ ഈ യോഹന്നാൻ അപ്പോസ്തലൻ പോലും ജഡപ്രകാരം യേശുവിനെ കണ്ടിരുന്ന ഒരു കാലമുണ്ട്. കൂടെ നടന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞിരുന്ന കാര്യം ഇതെന്താണ്? മത്തായി 13:55 നോക്കിയാൽ മതി. ഇതണ്ട, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ. അപ്പൊ ഭൗതികമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് യേശുവിന്റെ അമ്മ മറിയ അല്ലയോ എന്നുള്ളത്. അതെ. ഇപ്പൊ യേശുവിനെ കുറിച്ച് ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ ആദ്യനും അന്ത്യനും ആണെന്ന് പറയുന്നു. ആൽഫയും ഒമേഗയും, എന്താണ്, മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ, ഇങ്ങനെയൊക്കെ പറയുമ്പോ ദൈവം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ദൈവത്തിന് അമ്മയുണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ജഡപ്രകാരം ജീവിക്കുമ്പോഴല്ലേ ഇവൻ തച്ചന്റെ മകനല്ലേ, മറിയ അല്ലേ ഇവന്റെ അമ്മ, സഹോദരങ്ങളെല്ലാം നമുക്ക് ബന്ധങ്ങള് ഭൂമിയിലായിരിക്കും. അതെ, റിലേഷൻ. ഇപ്പൊ യേശു എന്താണ്, സദൂക്യരോടാണോ പരീശന്മാരോടാണെന്ന് അറിയില്ല, ഈ അവര് വിവാഹം കഴിക്കണ ഒരു കാര്യം ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നു. 7 സഹോദരന്മാരുണ്ടായിരുന്നു. ആ സഹോദരന്മാരിൽ എന്താണ്, ആദ്യത്തെ സഹോദരൻ മരിച്ചു പോയപ്പോ രണ്ടാമത്തെ സഹോദരൻ അവളെ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ സഹോദരൻ മരിച്ചു പോയപ്പോ മൂന്നാമത്തെ, അങ്ങനെ 7 പേര് ഇവളെ വിവാഹം കഴിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവൾ ആരുടെ ഭാര്യ? വിശ്വാസം അങ്ങനെയുള്ളതായിരുന്നു. അതെ, അവരിൽ മക്കളുണ്ടെങ്കിൽ, അതായത് അവര് പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ യേശു പറഞ്ഞു, മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ അങ്ങനെ ഭൗതികമായ റിലേഷൻഷിപ്സ് ഒന്നും ഇല്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാര്യത്തിൽ എത്ര വലിയ കാര്യമാണ്. പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് യേശു ക്രിസ്തുവിന് ഇന്നൊരു അമ്മയുണ്ടോ എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ബൈബിൾ പ്രകാരം അങ്ങനെ പറ്റില്ല. യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ച ഒരു പാത്രമായിരുന്നു മറിയ. അപ്പൊ ഇതുവരെ നമ്മള് കടന്നുപോയ വിഷയത്തിൽ എന്താണ് ഫിജോ ചേട്ടൻ പറയാനുള്ളത്? വളരെ 2-3 പോയിന്റുകൾ എടുത്തു പറയുകയാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് യേശുവിൻ്റെ രൂപം ഒരു കുഞ്ഞായിട്ടോ, അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന വ്യക്തിയായിട്ടോ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയായിട്ടോ ഉള്ളതല്ല. പല പല വീടുകളിലും പല പല ചിത്രങ്ങൾ യേശുവിനെ പറ്റി ഭൂമിയിൽ ഇന്ന് എല്ലാ വീടുകളിലും, കത്തോലിക്ക വീടുകളിലൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ യേശുവിനെ കാണേണ്ട രൂപം നമുക്ക് കൂടെ നടന്ന യോഹന്നാൻ വരെ മരിച്ചവനെ പോലെയായി എന്ന് പറയുമ്പോൾ കണ്ട വ്യക്തി, അപ്പോൾ നമ്മളെങ്ങനെയായിരിക്കും യേശുവിനെ കാണേണ്ടത്? അത് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചു. പിന്നെ പ്രാർത്ഥിക്കേണ്ട വിഷയം. ഓക്കെ, നമ്മളുടെ ഈ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നത്. ഇപ്പൊ എന്താണ് മറിയയുടെ ആ ഒരു ചിത്രം, സൂര്യൻ അണിഞ്ഞൊരു സ്ത്രീ, അതിലേക്ക് നമ്മൾ അധികം ഒന്നും പോണില്ലെങ്കിലും ഇതെന്താണെന്ന് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് തോന്നി. അതായത് വെളിപ്പാട് പുസ്തകം 12:1 സ്വർഗത്തിൽ വലിയൊരു അടയാളം, ചെറിയ അടയാളമല്ല, വലിയൊരു അടയാളം ഉണ്ടായി. അതായത് കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിലെ 3-1 വലിച്ചു. അപ്പൊ ഈ ഒരു സ്ത്രീയെ കുറിച്ച്, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ചുടഞ്ഞ കുട്ടിയെ തിന്നുകളവൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അപ്പൊ ഈ ഒരു സ്ത്രീയെ പറ്റി ഭൗതികമായ എന്താണ്, ഈ മറിയയാണ് ഈ ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ആളുകൾ വരച്ചിട്ടുണ്ട്. മറിയ, സൂര്യൻ ഇങ്ങനെ വെച്ചിട്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഇത് മറിയയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അതാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോണത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് മറിയയെ കുറിച്ചുള്ള ഒരു ചിത്രമല്ല എന്നാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ലോകത്തില്
ബൈബിളിനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതെ, കാരണം ഈ ഒരു ഇതെടുത്ത് ഇത് ഇവിടെ കിട്ടി, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കാമെന്ന് അവര് ചിന്തിച്ച് അങ്ങനെയാണ് ആ ഒരു പിക്ചറൊക്കെ വരച്ചു വെച്ചേക്കണത്. ഇപ്പൊ ആ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്ന്, അതായത് കുട്ടി എന്തായാലും ആരാണെന്ന് നമുക്കറിയാം, യേശുക്രിസ്തു ആണ്. അപ്പൊ ഈ കുട്ടിയെ തിന്നു കളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്ന്. നമുക്കറിയാം യേശുക്രിസ്തു ജനിച്ച ഉടനെ അവനെ നശിപ്പിക്കാൻ വേണ്ടി ഹെരോദാവും എല്ലാവരും ശ്രമിച്ചു. സാത്താൻ ഹെരോദാവിലൂടെ പ്രവർത്തിക്കണേണ് അവനെ നശിപ്പിക്കാൻ. കാരണം ആ കുട്ടി എന്താണ് ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി അവന്റെ തലയെ തകർക്കും. അപ്പൊ അവൾ ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മെയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. വെളിപ്പാട് 12:5 കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. അതായത് യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. അപ്പൊ ഈ ഒരു സ്ത്രീയെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ മറിയല്ല. റോമർ 9:4-5 നമുക്ക് പോവാം. കാരണം ഇവിടെ വ്യക്തമാണ്, കാരണം ദൈവം ഉപയോഗിച്ചൊരു വഴി മാത്രമാണ് മറിയ, അതായത് ഭൂമിയിലേക്ക് യേശുക്രിസ്തുവിനെ കൊണ്ടുവരാൻ. പക്ഷെ ശരിക്കും യേശുക്രിസ്തു ഉത്ഭവിച്ചത് ആരിലൂടെയാണ്? ഇസ്രായേലിലൂടെയാണ്, പഴയ നിയമ ഇസ്രായേൽ. കാരണം ഈ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ജനത്തെയാണ്. വെളിപ്പാട് പുസ്തകം 12 സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവായ ദൈവത്തിന്റെ ജനത്തെയാണ്. അതിൽ ഇസ്രായേൽ മക്കളെ അതായത് റോമർ 9:4-5 നിങ്ങൾ വായിച്ചു നോക്കുക. ഫിജോച്ചേട്ടൻ്റെ ബൈബിളിലൊന്ന് വായിച്ചു നോക്കി. 4-5 അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിന്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്നുള്ളവൻ തന്നെ. അവൻ സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. ഇപ്പൊ എന്റെ ബൈബിളിൽ ഞാൻ വായിക്കാം. പിതാക്കന്മാർ, അതായത് അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇപ്പൊ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, റോമർ 9:4-5 എന്താണ്? ക്രിസ്തു, ക്രൈസ്റ്റ് അക്കോർഡിംഗ് ഫ്രം ഹൂം ഈസ് ദ ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. അപ്പൊ ജഡപ്രകാരം ക്രിസ്തു ആരിലൂടെയാണ് വന്നത്? ഇസ്രായേൽ മക്കളിലൂടെയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ജനം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളാണല്ലോ. പക്ഷെ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ്, അതായത് മരിച്ച് ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ ജനം പിന്നെ ഇസ്രായേൽ മക്കളാന്ന് പറയണില്ല. സഭയാണ് ദൈവത്തിന്റെ ജനം. അതെ. അപ്പൊ അതിന് ഞാൻ വേറെ 2 വാക്യങ്ങളും കൂടി നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് വെളിപ്പാട് പുസ്തകം 12 തന്നെ നമുക്കൊന്ന് പോവാം. വെളിപ്പാട് പുസ്തകം 12. അപ്പൊ ഈ മഹാസർപ്പം എന്ന് പറഞ്ഞാൽ ആരാണ് നമുക്കറിയാലോ. അതായത് കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി മഹാസർപ്പം പണ്ട് മുതലേ എന്താണ് ദൈവത്തോട് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവൻ പിശാചാണ്. ആ പിശാചിനെ കുറിച്ചാണ് മഹാസർപ്പം എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട് 6-ാം വാക്യത്തിൽ. പിന്നെ സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പത്തെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പിന്നെ നമുക്ക് 13-ാം വാക്യം തുടങ്ങി വായിച്ചാൽ മതി. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പൊ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആൺകുട്ടി ഓൾറെഡി എടുക്കപ്പെട്ട് കഴിഞ്ഞല്ലോ, നമ്മൾ നേരത്തെ വായിച്ചതാണ്. പിന്നെ സ്ത്രീ എങ്ങനെ ഉപദ്രവിക്കും? അതാണ് ദൈവത്തിന്റെ ജനം. അതെ, ദൈവത്തിന്റെ ജനം. യേശുക്രിസ്തുവിന്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ക്രിസ്ത്യാനികളാണ് ദൈവത്തിന്റെ ജനം. അത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ക്രിസ്ത്യാനികളെ നീറോ ചക്രവർത്തി ഉപദ്രവിക്കുന്നു, ഡൊമീഷ്യൻ ചക്രവർത്തി ഉപദ്രവിക്കുന്നു. അതുപോലെ യഹൂദന്മാര് തന്നെ ഇപ്പൊ നമ്മുടെ പൗലോസ് അപ്പോസ്തലനൊക്കെ ശൗലായിരുന്ന കാലഘട്ടത്തിൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1-ാം വാക്യം അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. എത്രയധികം ക്രിസ്ത്യാനികൾ പൗലോസിന് ഭയമായിരുന്നു അല്ലെ? അവര് ചെതറിപ്പോയി. അവര് വളരെയധികം ഏതെല്ലാം രീതിയിലാണ് റോമൻ സാമ്രാജ്യം കൊന്നൊടുക്കിയെന്ന് നമുക്ക് തന്നെ
എന്താണ് ചരിത്രത്തിൽ പഠിക്കാൻ പറ്റും. അപ്പൊ മഹാസർപ്പത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് സ്ത്രീയെ എന്താണ് ഉപദ്രവിച്ചു തുടങ്ങി, അതായത് കുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെടുവിച്ചു. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം. അപ്പൊ 17-ാം വാക്യത്തിൽ മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഇതാണ് നമുക്ക് അവിടെ കാണുന്ന ഒരു പിക്ചർ. ഇത് അവര് അക്ഷരികമായി എടുത്തിട്ട് ഇതാണ് മറിയ. ഈ ഇരമ്യാവ് 31:31 കാണാം. അതായത് പഴയ നിയമ ഇസ്രായേലിന് ഒരു സ്ത്രീ ആയിട്ടാണ് ദൈവം അവിടെ കമ്പയർ ചെയ്യുന്നത്. അതായത് ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവരെന്റെ കൽപ്പനകളെ പാലിച്ചില്ല. ഞാൻ അവർക്ക് ഭർത്താവ് എന്ന് പറയുമ്പോ ഭാര്യ അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ പഴയ നിയമ ഇസ്രായേൽ ദൈവത്തിന്റെ ജനം, അതുപോലെ ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ കൽപ്പനകളെ പാലിച്ചില്ല എന്ന് പറയുന്നു. പിന്നെ സഭയെ കുറിച്ച്, പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ജനമായ സഭയെ കുറിച്ച് പറയുന്നത് എന്താ? എഫേസ്യർ 5:21 തുടങ്ങി നമുക്കൊന്ന് വെറുതെ വായിച്ചു നോക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാരും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതുണ്ട് ക്രിസ്തുവിന്റെ എഫേസ്യർ 5-ാം അധ്യായം 25 തുടങ്ങി 27 വരെ. ഫിജോ ചേട്ടന്റെ ബൈബിൾ ഒന്ന് വായിക്കാം. എഫേസ്യർ 5:27 25 തുടങ്ങി 27 വരെ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വ്യക്തമാണ് അവൾ സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെയും അവൾ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവൾക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ കൽപ്പനകളെ പാലിച്ചില്ല എന്ന് ഇരമ്യാവ് 31:31. ഇവിടെ സഭയെ കുറിച്ച്, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ജനമായ സഭയെ കുറിച്ച് എന്താണ് പറയുന്നത്? അതായത് അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി. ഇത് അവളെ കറയോ ചുളിവോ മറ്റും കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ വ്യക്തമാണ് ഈ അവൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വെളിപ്പാട് 12 പറയുന്ന ഒരു സ്ത്രീയോട് ദൈവത്തിന്റെ ജനമായിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ മറിയയെ കുറിച്ചല്ല. പിന്നെ ലോകത്തില് പല ആൾക്കാരും മറിയെ സ്വർഗത്തിന്റെ രാജ്ഞി എന്ന് പറയാറില്ലേ? ഉണ്ട്, ഇല്ലേ? സ്വർഗത്തിന്റെ രാജ്ഞി. ഈ ഒരു പിക്ചർ അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ഒരു ചിന്ത ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ ഒരു കാര്യം കണ്ട്. പണ്ട് ബാബിലോണിൽ ഒരു ദേവത ഉണ്ടായിരുന്നു, ഇഷ്ടാർ എന്ന് പറയുന്നത്. ആ ഇഷ്ടാർ ദേവത എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ രാജ്ഞി എന്നാണ് ഇരമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടത്. ഇരമ്യാവ് വായിക്കുന്നത് നല്ലതാ. കാരണം അതേ കോൺസെപ്റ്റ് ആണ് മറിയയെ കുറിച്ച് എടുത്ത് ഉപയോഗിക്കുന്നത്. ഇരമ്യാവ് 7:18 എഴുതിയിട്ടുണ്ട്. ഇതണ്ട, എനിക്ക് കോപം ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു, പിതാക്കന്മാർ തീ ഊതുന്നു, സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. അപ്പൊ ഇവിടെ ആകാശരാജ്ഞി എന്ന് പറയുന്നത് എന്തായാലും മറിയനെ കുറിച്ചല്ല. ഒന്നും അറിയില്ല, ജനിച്ചിട്ട് പോലും ഇല്ല. അതെ, അതായത് ഇരമ്യാവ് 500 സംതിങ് BC പ്രവചിക്കണത്. അപ്പൊ ഈ ആകാശരാജ്ഞി എന്നുള്ള ഒരു ഇത് ബാബിലോൺകാരുടെ ഒരു ദേവത ഇഷ്ടാറിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇഷ്ടാർ എന്ന് പറയുമ്പോൾ വളരെയധികം മ്ലേച്ഛമായ രീതിയിലാണ് അവർ ആരാധിച്ചിരുന്നത്. നമുക്ക് പറയാൻ പോലും പറ്റില്ല അതിനെക്കുറിച്ച്. അത്രയും രീതിയിലാണ് അത്രയും മോശമായ രീതിയിലാണ് ആ ദേവതയെ ആരാധിച്ചിരുന്നത്, ആകാശരാജ്ഞി. ഇരമ്യാവ് 44:15-18 വരെ വാക്യങ്ങളിൽ, ഇരമ്യാവ് 44:15 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങളിലും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്, ആകാശരാജ്ഞി. അപ്പൊ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണുള്ളൂ. അപ്പൊ ഇതേ ഐഡിയ തന്നെയാണ് മറിയക്കും എടുത്തു വെച്ചേക്കണത്. അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ വരുമോ? ബൈബിളില് പുതിയ നിയമത്തിലോ എവിടെയും ആകാശരാജ്ഞി എന്ന് പറഞ്ഞ് മറിയനെ കുറിച്ച് എവിടെയും പറയുന്നത് സ്വർഗത്തിന്റെ രാജ്ഞി ഇല്ല. ഇപ്പൊ ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്കാണ്, കൺക്ലൂഷനാണ്, ഉപസംഹാരത്തിലേക്കാണ് വന്നത്. ഇപ്പൊ ബൈബിളിലെ അപ്പോസ്തലന്മാരോ പുതിയ നിയമ ക്രിസ്ത്യാനികളോ ഇവരാരും ചെയ്യാത്ത കാര്യമാണ്
മറിയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. മറിയ പോലും ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞില്ല പോകുന്ന നേരം. യേശു പറഞ്ഞ കാര്യം ഇതാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഉണ്ടാവും. നിങ്ങൾ പുറപ്പെട്ട് ലോകമെമ്പാടും സുവിശേഷം അറിയിപ്പിൻ. അല്ലെ, എവിടെയും പോയി സുവിശേഷം അറിയിപ്പിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. സ്നാനം എന്ന് പറയുമ്പോൾ തളിക്കലല്ല, ബാപ്റ്റിസോ, അതായത് പൂർണ്ണമായ നിമഞ്ജനം ചെയ്യിക്കാനാണ്. അത് വേറൊരു വിഷയം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സിലാൻസ് അത് ചോദിച്ചില്ലെങ്കിലും പറയാണ്, നമ്മള് ക്രിസ്ത്യാനി കത്തോലിക്കനായിരുന്ന സമയത്ത്, അന്ന് ഞാൻ ക്രിസ്ത്യാനി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ നമ്മള് ദൈവം 3 സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഈ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറുകയാണ്, എന്നാലും 3 സ്ഥലം. ഒന്ന് സ്വർഗം, ഒന്ന് നരകം, അതിന്റെ ഇടയ്ക്ക് ഒരു വിശുദ്ധീകരണ സ്ഥലം എന്നുള്ള സ്ഥലം കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വലിയ ആർക്കും വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവനവന് തോന്നുകയാണ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒന്നുപോലെ സ്വർഗത്തിലേക്ക്, അതല്ലെങ്കിൽ വിശുദ്ധീകരണ സ്ഥലത്തേക്ക്. അപ്പോ വിശുദ്ധീകരണ സ്ഥലത്തേക്കുള്ള ആളുകൾ പോകുന്നവർക്ക് ഭൂമിയിലുള്ളവര് വീണ്ടും പ്രാർത്ഥിച്ചാൽ വീണ്ടും സ്വർഗത്തിലേക്ക് കയറ്റുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ബൈബിൾ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, ദൈവം 2 സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, സ്വർഗം, നരകം. ഭൂമിയിലെ നമ്മളെ പ്രവൃത്തി വചനം അനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ അത് ദൈവം വെച്ചേക്കണ വഴിയിൽ നിന്നും കുറച്ചെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെയധികം വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ മറിയോട് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും, ഇപ്പൊ ശുദ്ധീകരണ സ്ഥലം, അതുപോലെ കുമ്പസാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊന്നും ബൈബിളിലില്ല. പക്ഷെ ഞാൻ ആ കുമ്പസാരത്തെ പറ്റി ഒരാളോട് ഞാൻ സംസാരിച്ച് പറഞ്ഞത്, യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്താൽ അത് ക്ഷമിക്കപ്പെടും. അപ്പോസ്തലന്മാരുടെ ഇതിൽ വന്നതാണ് അച്ഛന്മാര്. അപ്പൊ അവര് പാപങ്ങളെ കുമ്പസരിച്ച് നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു കാര്യം അപ്പോസ്തലന്മാര് കറക്റ്റ് ആയിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ പാപങ്ങളെ ക്ഷമിക്കണേന്ന്. അല്ലാതെ അവര് വെറുതെ പോയി നിന്റെ പാപം ക്ഷമിച്ചു എന്ന് യേശു പറഞ്ഞ പോലെ പറയണില്ല. അവര് കറക്റ്റായിട്ട് നിങ്ങൾ ഇത് ചെയ്യണം പാപം ക്ഷമിക്കണമെങ്കിൽ. അപ്പോസ്തല പ്രവൃത്തി 2:38 നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ആരും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, മറിയോട് പ്രാർത്ഥിക്കുന്നത്. അതെ. അപ്പൊ ബൈബിളിൽ അതിനായിട്ട് ഒരു രേഖയും ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേലാണ് പണിതു വരുന്നത്, സഭയെ പണിതു വരുന്നത്. അപ്പൊ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ബൈബിളിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ അടുത്തൊരു വേറൊരു വ്യക്തി പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ. എന്താണ്, ബൈബിളിൽ ഇതൊന്നും ഇല്ല, മറിയന്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്നും. പക്ഷെ വേറെ ആൾക്കാർ പിന്നീട് വന്നവര് ഈ ദൈവികമായ ഇത് ലഭിച്ചിട്ട് പറഞ്ഞത്, അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. എനിക്കത് കേട്ടപ്പോ അതിശയം വന്നു. അന്ന് ഇന്നും മാറ്റമില്ലാതെ നമ്മളെ കയ്യിലുള്ള ഇരിക്കുന്നത് ഒറ്റ സംഭവം, അതായത് ആകാശവും ഇതെല്ലാം മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റം വരില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ 3 വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുവാനോ കുറക്കുവാനോ നമുക്ക് അധികാരമില്ല. അച്ഛന്മാർക്കോ പോപ്പിനോ ആർക്കും അധികാരമില്ല. ദൂതന്മാർക്ക് പോലും അധികാരമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഗലാത്യർ 1:8-9 നമുക്കൊന്ന് പെട്ടെന്ന് വായിക്കാം. ഗലാത്യർ 1:8-9 നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻപറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. അതിൻ്റെ അകത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി മലയാളം ഇതിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ബൈബിള് മലയാളത്തിന് കുറച്ചുകൂടി നമുക്ക് ഉപയോഗിക്കുന്ന ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അതാണ്, ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ.
ഇത് പുതിയ നിയമത്തില്. പഴയ നിയമത്തിലും ദൈവം ഇതേ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ആവർത്തനം 4:2 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവം അന്നും ഇന്നും ഒരേ ആള് തന്നെയാണ്. ഒരു മനുഷ്യനെ പോലെ മാറുന്ന ഒരു വ്യക്തിയല്ല ദൈവം. ഒരിക്കലും മാറ്റമില്ലാത്ത സർവശക്തി സർവജ്ഞാനിയുമായ ദൈവമാണ്. അപ്പൊ ഒരിക്കലും കൂട്ടാനോ കുറക്കുവാനോ പാടില്ല എന്ന് ഇത് ആവർത്തനത്തിൽ മാത്രമല്ല. ഇപ്പൊ നമ്മൾ നേരത്തെ സ്വർഗത്തിലൊരു അടയാളം ഉണ്ടായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ എന്ന് വായിച്ചത് എവിടെയാണ്? വെളിപ്പാടില്. ആ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം തന്നെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ 22:18 അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇതൊന്ന് വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേലയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ, ഞാൻ വായിക്കുന്നത് വെളിപ്പാട് 22:18-19 ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്ന് 19 വാക്യം, ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ വൃക്ഷത്തിലുമുള്ള അവന്റെ പങ്ക് ദൈവം എടുത്തു കളയും. നമുക്കിതൊരു വലിയ വാണിംഗ് ആണ് ഈ 3 വാക്യങ്ങളും നമ്മൾ വായിച്ചത്. കാരണം ഇസ്രായേൽ മക്കൾ പഴയ നിയമത്തിൽ ഇത് ചെയ്ത് യേശുക്രിസ്തു ദൈവം പറഞ്ഞ കാര്യങ്ങളോട് അവർ കൂട്ടുകയും ചെയ്തു, കുറയ്ക്കുകയും ചെയ്തു. ദൈവം പറയാത്ത കാര്യങ്ങൾ പോലും അവർ ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം മുന്നറിയിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പൊ നമ്മളുടെ ഈ ഒരു വിഷയം നമ്മൾ ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു 3 കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് 2-ാം നൂറ്റാണ്ട് തുടങ്ങി 4-ാം നൂറ്റാണ്ട് വരെയുള്ള സമയങ്ങളിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടയർ, സഭാപിതാക്കന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കാം. 2-ാം നൂറ്റാണ്ട് തുടങ്ങി 4-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന ആളുകളാണ്. ജസ്റ്റിൻ മാർട്ടയർ, ഐറേനിയസ്, എഫ്രേം, ഇങ്ങനെയുള്ള ആളുകൾക്ക് മറിയോട് വളരെ ആഴത്തിലുള്ള ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ആ ആഴത്തിലുള്ള ബഹുമാനത്തിൽ നിന്ന് അവര് മറിയനെ വിളിച്ചത് തിയോട്ടോക്കോസ്, അതായത് മദർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മാതാവ്. പക്ഷെ അവര് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊന്നും പറയണില്ല. അവര് ബഹുമാനം, മദർ ഓഫ് ഗോഡ് എന്നുള്ള. പക്ഷെ 5-ാം നൂറ്റാണ്ട് തുടങ്ങി 15-ാം നൂറ്റാണ്ട് വരെയുള്ള സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ വികസിക്കപ്പെട്ടത്. ഹെയിൽ മേരി, അതായത് നന്മ നിറഞ്ഞ മറിയമേ, അതെ, ആ പ്രാർത്ഥനകളൊക്കെ ഡെവലപ്പായി വന്നത് ആ ഒരു 5-ാം നൂറ്റാണ്ട് തുടങ്ങി 15-ാം നൂറ്റാണ്ട് വരെയുള്ള സമയത്ത്. ഇങ്ങനെ 15-ാം നൂറ്റാണ്ടിലെല്ലാം ആയിരുന്നു. പിന്നെ കൗൺസിൽ ഓഫ് ട്രെൻഡ്, അതെന്നാന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, 1500-കളിലാണ്. ആ സമയത്താണ് അവരൊന്നും കൂടി കൗൺസിൽ കൂടിയിട്ട് മറിയോടുള്ള പ്രാർത്ഥന വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ചത്. ഇതാണ് ചരിത്രത്തിൽ, ബൈബിളിന്റെ ചരിത്രത്തിലല്ല, പിന്നീട് ആളുകൾ വളച്ചൊടിച്ചതിന്റെ ചരിത്രമാണ്. അപ്പൊ ഇത് നിങ്ങളോട് അവസാനം പറഞ്ഞതിന്റെ കാര്യം ഇതിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടാണ്. ബൈബിളിനാണ് ഏറ്റവും പ്രാധാന്യം. ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ മുഴുവനും കണ്ടു കഴിഞ്ഞു. മുഴുവനല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചുള്ളൂ. ഈ വീഡിയോ എത്ര ചുരുക്കാൻ പറ്റുമോ അത്രയും ഞങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ ചേട്ടൻ, നമ്മളുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോ എന്താണ് പറയാൻ? ദൈവത്തിന് നന്ദി പറയാണ്. നമുക്ക് കുറച്ച് സമയം സിൽവാനസുമായി വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചു. അത് ഇന്ന് ലോകത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ ശരിക്ക് അവർക്ക് സത്യമല്ല, അവർക്ക് സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസം തരുന്ന യഥാർത്ഥമായ വചനം ഉള്ളപ്പോൾ അതുപേക്ഷിച്ച് അവരുടെ സ്വന്തം നിലനിൽപ്പിന് സഹായിക്കുന്ന, അവർക്ക് അങ്ങനെ ചെയ്താൽ അത് കിട്ടും എന്ന് പറയുന്ന, അത് കേൾക്കാനായിട്ട് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം സ്വർഗം നരകം മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പക്ഷേ വിശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലം കൂടി കേൾക്കുമ്പോൾ അതൊരു ആശ്വാസം. അവർക്ക് സത്യം അറിയാത്തത് കൊണ്ട്, ഞാൻ അതേ ജീവിതം നയിച്ചത് കൊണ്ട് എനിക്കതിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകും. അപ്പോൾ ശരിയായ സത്യങ്ങൾ നമ്മളെ കയ്യിൽ ദൈവം ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഫ്രണ്ട്സ്, വചനം വായിക്കാം, സത്യം മനസ്സിലാക്കാം, അതിന് നമ്മൾ സമയം കണ്ടെത്താം. വേറൊരാൾ പറയുന്നത് തെറ്റാണെങ്കിൽ
ഞങ്ങൾ പറയുന്നത് തന്നെ തെറ്റാണെങ്കിൽ പരിശോധിക്കാം. ഒത്തിരി വീഡിയോസ് സിൽവാൻസ് ചെയ്തിട്ടുണ്ട്. വളരെ ലഘുവായി, വളരെ നമ്മളെ ഏകമധ്യസ്ഥൻ എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ സിൽവാൻസ് ചോദിക്കേണ്ടായി. അതുപോലും നമുക്ക് മനസ്സിലാക്കാൻ ഉള്ള ഈ കാലഘട്ടത്തിൽ ഏത് ചെറിയ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള മധ്യസ്ഥന്മാരുടെ പുറകെ പോകുന്ന ഈ കാലഘട്ടം, നമുക്ക് ശരിയായ സത്യത്തിലേക്ക് വരുമ്പോൾ ശരിയായതും മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുക. ആ പ്രധാനപ്പെട്ട ഇത് ബൈബിൾ വായിക്കുന്നതോടുകൂടി നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാൻ ദൈവം സഹായിക്കും. അതെ. അപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മളിത് ആരോടും വാദിക്കുവാനോ അതിനൊന്നുമല്ല, നിങ്ങൾ ശരിയല്ല ഞങ്ങളാണ് ശരിയെന്ന് കാണിക്കാനല്ല. എല്ലാവരും സ്വർഗത്തിലെത്തുവാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, ബൈബിൾ. അതായത് യോഹന്നാൻ 12:48 എഴുതിയിട്ടുണ്ട്, ഈ വചനങ്ങളെ കൊണ്ടാണ് ഓരോരുത്തരും ന്യായം വിധിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. കാരണം നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കാനാണ് ജീവിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ഇത് നിങ്ങൾക്ക് പരിശോധിക്കുവാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.